മരണസംഖ്യ ഉയരുന്നുവെന്ന ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മുണ്ടത്തിക്കോടുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നുവെന്ന ആശങ്കാജനകമായ സാഹചര്യമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഈ കൺട്രോൾ റൂമുകളുള്ളത്. 8075071853 ഈ നമ്പറിൽ കൺട്രോൾ റൂമിനെ ബന്ധപ്പെടാവുന്നതാണ്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ഉണ്ട്. അരുൺ, ഇപ്പോൾ ആശുപത്രിയിലാണ്. ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നതിൻ്റെ ഉള്ളടക്കം എന്താണ്? രതീഷ്, അതായത് കൃത്യമായ ഒരു വിവരണം തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിട്ടുള്ളത്. ആകെ ചികിത്സയിലെത്തിയവരുടെ ഒരു കണക്ക് വിശദീകരിച്ചു. അത് 25 പേരാണ് ആശുപത്രിയിലാകെ എത്തിയിട്ടുള്ളത്. 13 പേര് ചികിത്സയിൽ തുടരുകയാണ്. 5 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. അതിൽ 2 പേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും 2 പേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജമായി തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ അനിശ്ചിതത്വം തുടരുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൽ തന്നെയാണ്. രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമുള്ളത് അനിശ്ചിതത്വത്തിലുള്ളതാണ് അവിടെ ആശങ്കയാകുന്നത്. അവിടുത്തെ വെല്ലുവിളികളൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ 12 പേരുടെ ജീവൻ നഷ്ടമായി എന്നതും മരണസംഖ്യ ഉയരുന്നു എന്ന് അത്രയും വേദനയോടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. 12 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഒരാൾ വെന്റിലേറ്ററിലുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അല്ലേ? അത് അതീവ ഗൗരവതരമാണ്, ആശങ്ക ഉണ്ടാക്കുന്നത്. മാത്രമല്ല 13 പേരാണോ ആകെ ചികിത്സയിൽ ഇപ്പോഴും ഉള്ളത്? അവിടെ മറ്റേ ആശുപത്രിയിലേക്ക് ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അതെ, നിലവിൽ 13 പേരാണ് ചികിത്സയിലുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത്. എല്ലാവരെയും മെഡിക്കൽ കോളേജ് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം എല്ലാവരും മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. മറ്റ് കേന്ദ്രങ്ങളിലേക്കോ ആശുപത്രികളിലേക്കോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തായാലും ലഭിക്കുന്ന വിവരം. ഇവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകൾ മെഡിക്കൽ കോളേജിന് പുറമെയായി എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ കൂടി ഇത്തരത്തിൽ നമ്മൾ ചികിത്സാ സംവിധാനങ്ങളെല്ലാം നൽകി വരുന്നുണ്ട് എന്നുള്ള ആശുപത്രി അധികൃതരുടെ വിശദീകരണം കേട്ടു. അപ്പോഴും ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം അത്തരത്തിൽ വെല്ലുവിളിയോടെ ദുഷ്കരമായി തുടരുന്നതിലാണ് വലിയൊരു ആശങ്കയുണ്ടാകുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകിയ ഒരു വിശദമായ റിപ്പോർട്ട് പ്രകാരം 13 പേർ ചികിത്സയിൽ തുടരുന്നു. 2 പേരുടെ നില വെന്റിലേറ്ററിലേക്ക് 2 പേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായുള്ളത് എന്നുള്ളതാണ് രതീഷ് ഇപ്പോൾ ആശുപത്രി മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. അത്യന്തം ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ എത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടായത്. അതേസമയം തന്നെ ഇതൊരു ഉത്സവ സ്ഥലത്തായിരുന്നില്ല, ആൾ കൂടിയ സ്ഥലത്തായിരുന്നില്ല, ഇതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലത്തായിരുന്നു. വലിയ ഉഗ്രശേഷിയുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആൾനാശത്തിൽ കുറവുണ്ടായി. പക്ഷേ ആ കുറവ് എന്ന് പറയുമ്പോൾ തന്നെ ആ സംഖ്യ നമുക്ക് കുറച്ച് കാണാൻ പോലും കഴിയില്ല. അത്രമേൽ വലിയ ആഘാതം ആ പ്രദേശത്ത് ആകെ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 12 പേർ മരിച്ചു, 5 പേർ അതിൽ അതീവ ഗുരുതരമായി തുടരുകയാണ്. 13 പേർ അവിടെ ചികിത്സയിലുണ്ട് എന്താണ് അരുൺ അമർനാഥ് അവിടെ ആശുപത്രി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ, കൂടുതൽ ആളുകളെ ഇപ്പോൾ അവിടേക്ക് എത്തിക്കുന്നുണ്ടോ? അതെ, ഇനിയും ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആശുപത്രി അധികൃതർ നൽകിയ കണക്ക് പ്രകാരം 25 പേര് ആകെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകിയ വിദഗ്ധ സംഘത്തിന്റെ ഉൾപ്പെടെ കണക്ക്. ഇതിനായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തിച്ചു വരികയാണ്. ഹരീഷ് ഹരിദാസ് കൂടെ നമ്മുടെ ഒപ്പം ചേർന്ന്. നേരത്തെ മുതൽ ഹരീഷ് ഇവിടെയുണ്ട്. ആംബുലൻസ് ഇനി 25 ആകെ ആശുപത്രി അധികൃതർ നൽകുന്ന കണക്ക്. ഇനിയും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അല്ലേ? കൂടുതൽ പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇനിയും മരണസംഖ്യ ഉയരുമെന്നുള്ള ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ഓരോ നിമിഷവും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മരണം ഉറപ്പിച്ച 12 പേരുടെ ശരീരഭാഗങ്ങളെല്ലാം തന്നെ നിലവിൽ മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ പൂർണ്ണമായി തന്നെ 7 പേരുടെ ശരീരം പൂർണ്ണമായി തന്നെ ലഭിച്ചു. ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാക്കിലും മറ്റും കെട്ടിയിട്ടാണ് ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായി തന്നെ കൊണ്ടുവന്നത്. അത് കൂടുതൽ ഫോറൻസിക് പരിശോധിച്ച ശേഷം മാത്രമേ അതിൽ തന്നെ നമുക്ക് ഒരു തീരുമാനം, അതായത് അത് മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങളാണോ എന്നുള്ള കൃത്യമായ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും 12 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള ഔദ്യോഗിക കണക്ക് വരുന്നു. നിലവിൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചതുകൊണ്ട് അതായത് പുകയും മറ്റു മറികടന്ന ശേഷം തന്നെ എപ്പോഴും രക്ഷാപ്രവർത്തനം കൂടുതൽ സജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആംബുലൻസുകൾ ഓരോ നിമിഷവും ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ, അതായത് മറ്റ് ആശുപത്രികളിലും കൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് രതീഷ് നേരത്തെ പറഞ്ഞത്. സ്വകാര്യ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും എല്ലാം തന്നെ സജ്ജമാണ്. വേണ്ടി വന്നാൽ അങ്ങോട്ടേക്ക് ഉൾപ്പെടെ ഈ ഇത്തരത്തിൽ മൃതശരീരങ്ങളും രക്ഷപ്പെടുത്തുന്നവരെ ദൃശ്യങ്ങളിൽ ആംബുലൻസുകൾ ഉൾപ്പെടെ വീണ്ടും വരുന്നത് കാണുന്നുണ്ട്. മാത്രമല്ല
ശരീരഭാഗങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വലിയ ഭയാനകമായൊരു അന്തരീക്ഷമാണ്. മരണസംഖ്യ കൂടാനുള്ള സാഹചര്യമുണ്ടോ? ഈ ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അവിടേക്ക് എത്തിയ ആളുകൾ പങ്കുവയ്ക്കുന്ന വിവരം എന്താണ്? നിലവിൽ ഏറ്റവും അത്തരത്തിൽ ആശങ്ക ഉളവാക്കുന്ന വാർത്തകൾ തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ ഉള്ള മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഏറ്റവും വേദനയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അത്തരത്തിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലും കാണുന്നത്. കാരണം 5 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് പറയുന്നു. അതിൽ 4 പേരെ വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലേക്കാണുള്ളത് എന്നുള്ളതും പറയുന്നു. 70% പൊള്ളലേറ്റ നിലയൊക്കെയാണ് ഡോക്ടർമാർ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത്. വീണ്ടും ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനനുസരിച്ചാണ് അത്തരത്തിൽ പൊള്ളലേറ്റ ഒരുപാട് പേർ അത്തരത്തിൽ രക്ഷപ്പെട്ടതുണ്ടാകാം എന്നൊക്കെ അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിൽ കൂടി അത്തരത്തിലൊക്കെ കൃത്യമായ ഒരു വിവരങ്ങൾ നമുക്ക് വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇനി ഇവിടേക്ക് എത്തിക്കാനുള്ളതൊക്കെ തന്നെ ബാക്കിയുമാണ് എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ തന്നെയാണ് ഈ കണക്കുകളിൽ നമുക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്നത് എന്നുള്ളതാണ്.